പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനകോടി നന്ദി. എൻ്റെ പേര് അലീന ജോജി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, ഇത് ചേച്ചി, ചേട്ടൻ, കൊച്ച്. ഞാൻ ഉടമ്പടി എടുക്കാണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയി 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നല്ല രീതിയിൽ ബ്ലീഡിങ് കൂടുകയും ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒത്തിരി താഴെയാണ്, അതുകൊണ്ട് ഈ കുഞ്ഞ് 90% അബോർഷനായി പോകുമെന്ന്. അങ്ങനെ കേട്ടപ്പോൾ വളരെയേറെ സങ്കടമായി. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞിനെ ഈ അൾത്താരയിൽ കിടത്തുവാൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണേ എന്ന്. അങ്ങനെ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാം ഉടമ്പടി തൈലം പുറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് ഒന്നുമില്ല, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മാസങ്ങളെല്ലാം കടന്നുപോയി 35 വീക്സ് ആയപ്പോഴേക്കും ചേച്ചിക്ക് ഫ്ലൂയിഡ് പോവാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം അഡ്മിറ്റാക്കുകയും അവർ ലേബർ റൂമിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം 12 മണി വരെ നോക്കാമെന്ന്. പക്ഷേ 35 വീക്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല കീഴ്പോട്ടാവുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ഇറങ്ങി വരാൻ ഒത്തിരി താമസമുണ്ട്, ആൾക്ക് നല്ല പെയിനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഞാൻ പേപ്പറിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ അമ്മയുടെ തൈലത്തിന് മുകളിൽ കത്തിവെക്കാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന്. ചേച്ചിക്ക് എന്നും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ 12 മണിയാണ് ആദ്യം സമയം പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ വീണ്ടും അത് 4 മണി വരെ ആക്കി. അങ്ങനെ 4 മണി വരെ ആക്കിയപ്പോൾ യാതൊരു മാറ്റവും ഉണ്ടായില്ല, ആൾക്ക് പെയിനുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു 4:30 ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ആൾ പറയുന്നത് ഓപ്പറേഷൻ വേണമെന്നാണ്, നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ കാണാൻ ഞങ്ങൾക്കൊരവസരം കൂടി കിട്ടി. ആ സമയത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച്, ഞാൻ ചേച്ചിയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു. എല്ലാ പ്രാവശ്യവും ഞാൻ 4 സൈഡിലായിട്ടാണ് തൈലം പുരട്ടിയിരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മളൊരു കത്തി എങ്ങനെയാണോ വെച്ച് മുറിക്കുന്നത് അതുപോലെ ആയിരുന്നു. ഞാൻ ആ സമയത്ത് തൈലമെടുത്ത് 2 പ്രാവശ്യം ഞാൻ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പുരട്ടി. ആ സമയത്ത് അസിസ്റ്റൻറ്റ് ഡോക്ടറും മെയിൻ ഡോക്ടറും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. തൊട്ടടുത്തുള്ള ചാപ്പലിലിരുന്ന്, ലേബർ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ചാപ്പലാണ്. അപ്പോൾ ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു 5 മണി വരെ നോക്കാമെന്ന്. കാരണം ഫ്ലൂയിഡ് പോയത് കൊണ്ട് കൊച്ചിനെ ഒത്തിരി നേരം നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല, കുഞ്ഞിനെ ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ട് സിസേറിയൻ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൈലം പുരട്ടി ഇറങ്ങിയതിന് ശേഷം പിന്നീട് വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും, വേഗത്തിലായിരുന്നു. അങ്ങനെ 5:11 ഞങ്ങൾക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത്, ഇവിടെ സാക്ഷ്യങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ അടയാളങ്ങൾ കിട്ടിയെന്ന്, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി, അല്ലെങ്കിൽ സ്വപ്നത്തിൽ മാതാവ് വന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ഒരു അടയാളം നീ തരുമോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിൽ മുകളിലായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു നിന്നു. വേറെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പച്ചത്തിരിയിൽ മാതാവിൻ്റെ പൂർണ്ണരൂപം കിരീടം വെച്ച് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അതിന് സൈഡിലായിട്ട് ഒരു വൈറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു. തിരിയുടെ മുകളിലായിട്ട് ഒരു രക്തക്കട്ട പോലെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000
നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഈ മകൾക്ക് 2 മാസം പീരീഡ്സ് ആയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ 6.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്നും ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറുകയില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് വയറ്റത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ സിസ്റ്റം പൊട്ടിപ്പോവുകയും തിരെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നും പിറ്റേ മാസം തുടങ്ങി റെഗുലറായിട്ട് പീരീഡ്സ് ആവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ, ഞങ്ങളുടെ പറമ്പിൽ സാധാ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുകയില്ല. ഞങ്ങളുടെ കൃഷി സ്ഥലം നനയ്ക്കുന്നതിന് ഒരു കുഴൽ കിണർ താത്താൻ ഞങ്ങൾ തീരുമാനിച്ച് താത്താൻ വന്നപ്പോൾ നാട്ടുകാർ തടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമതും കിണർ താത്തി 40 അടി താഴ്ചയെത്തിയപ്പോൾ നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും തടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ കിണറിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് തീരെ കിണർ താത്തി കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാൾ പോലും തടസ്സം ചെയ്യാതെ ഞങ്ങൾ കിണർ താത്തി ആവശ്യത്തിന് വെള്ളം കിട്ടി. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് വഴിയിലിരിക്കുന്നവർക്കെല്ലാം ചോറ് വാങ്ങിക്കൊടുക്കും. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രമായാലും ഹോസ്പിറ്റലുകളിൽ റൂമുകളിലെല്ലാം കയറി കൊടുക്കും. വഴിയിലിരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും. ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ ബൈബിൾ വായിക്കുവാനും കൊന്തയൊക്കെ ചൊല്ലിയിരുന്ന സമയമെല്ലാം അലസതയോട് കൂടി ഇരുന്നാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത്. ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കൊന്ത ചെല്ലുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായി ഞാൻ കുമ്പസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം. ഞാനും അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും കുമ്പസാരിക്കുകയും ചോറ് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ബൈബിൾ വായിക്കാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം. ഡോക്ടർ അബോഷണാവ് പറഞ്ഞ സമയത്ത് റൂമിൽ വെച്ച് ചേച്ചി കാശുരൂപം വയറ്റിന് മുകളിൽ വിശ്വാസം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് താഴെയാണ്, ആ കുഞ്ഞ് അബോഷണായി പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഏകദേശം ഒരു 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് എന്തോ പിടിച്ച് കയറ്റി വെക്കുന്നതായിട്ട് എൻ്റെ ചേച്ചിക്ക് അനുഭവപ്പെട്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള അനുഗ്രഹങ്ങൾ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഒരിക്കൽ കൂടി കോടാനക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ ചുരുക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 44-ാം അധ്യായം 8-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. അലീന ജോജി എന്ന ഈ മകൾ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരെ രക്ഷിച്ച വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനാണ്. നമുക്കറിയാം ഒരു ജീവൻ്റെ വില എന്തുമാത്രമാണെന്ന്. ഓരോ ദിവസവും നമ്മുടെ ന്യൂസ് പേപ്പർ തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്നതും ഒരു വ്യക്തി മരിച്ചു പോകുന്നതിനെക്കുറിച്ചുമെല്ലാം നാം വായിക്കുമ്പോൾ ചിലരുടെ എല്ലാം ജീവിത അവസ്ഥകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇന്നിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ഇത്ര പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നെല്ലാം ചില ജീവിതങ്ങൾക്ക് ചില കേസുകളിൽ പെടുന്നവർക്കെല്ലാം വലിയ പിഴ അടയ്ക്കേണ്ടി വരുമ്പോൾ അവരുടെ ജീവൻ്റെ വില നമുക്ക് എത്രയാണെന്ന് നാം അളന്നു നോക്കാറുണ്ട്. അലീനയുടെ ചേച്ചിയുടെ കുഞ്ഞിനെക്കുറിച്ച് അലീന സംസാരിക്കുകയായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ ബ്ലീഡിങ് വന്നപ്പോൾ 90% അബോട്ടായി പോകേണ്ട ഒരു കുഞ്ഞാണ് ഇന്നിവരുടെ കയ്യിലിരിക്കുന്നത്. അവർക്ക് 5-ാം മാസത്തിൽ യാതൊരു കുഴപ്പമില്ല എന്നറിയിക്കുകയും അതിനുശേഷം പ്രഗ്നൻസി 35th വീക്ക് ആയപ്പോൾ വീണ്ടും വലിയ കോംപ്ലിക്കേഷനിലൂടെ പോകുമ്പോൾ കാശുരൂപത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തിൻ്റെ വലിയ ശക്തി അവർക്ക് അനുഭവപ്പെട്ടതായി ഇവർ ഏറ്റുപറയുകയാണ്.
നമുക്കറിയാം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം നാം കൃത്യമായി ഉപയോഗിക്കുന്നത് നമ്മുടെ വിശ്വസ്തയോടു കൂടിയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരടയാളം കൂടിയായിരിക്കും. ഉടമ്പടി കാശ് രൂപമോ ഉടമ്പടി നേർച്ച വസ്തുക്കളോ വെറുതെ കയ്യിലെടുത്തതുകൊണ്ട് അത് നമുക്കറിയാം അതിനൊരു പക്ഷേ അതിൻ്റെ ആക്ടിവേഷൻ നടന്നില്ല എന്ന് വരാം. നാം വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടു കൂടി നാം കയ്യിലെടുക്കുമ്പോഴാണ് ഒരുപക്ഷെ കാശ് രൂപം അത് വൈബ്രേറ്റ് ചെയ്യുന്നതായും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നിശ്ചലമായ അവസ്ഥകളെയും ചലിപ്പിക്കുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നതും നാം അനുഭവിക്കുന്നതും അപ്പോഴാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ മകളുടെ ഓവറിയൽ സിസ്റ്റ് വന്ന് അതൊരു 6.5 എന്ന ഒരു സെൻറ്റിമീറ്റർ വലിപ്പം, ഒരു ഹാഫ് എ സ്കെയിലിൻ്റെ വലിപ്പത്തിൽ പോലും ആ ഒരു സിസ്റ്റ് വളരെ പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു മരുന്നും കൂടാതെ തന്നെ അവർ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രത്യക്ഷമായത്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടായി. അവർക്കൊരു ബോർവെല്ല് കുത്താനുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുക്കുകയായിരുന്നു. എത്ര തന്നെ ഇൻഫ്ലുവൻസുള്ള ആളുകൾ, പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ പോലീസ് അധികൃതരോ വന്ന് നമ്മയെല്ലാം തടസ്സങ്ങൾ വന്നാലും ഈശോ തടസ്സം വയ്ക്കാത്ത ഒരു കാര്യങ്ങളും ഒരിക്കലും അത് തടസ്സമായിരിക്കുകയില്ല എന്ന് ഈ സാക്ഷ്യം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. നാം ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്ന, നമ്മെ വറി ചെയ്യിക്കുന്ന, നമ്മെ പേടിപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിലും ക്രൂശിതൻ്റെ ആ രക്ഷ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നൽകിയിരിക്കുന്നത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഏതെല്ലാം അസാധ്യമായ കാര്യങ്ങളാണോ പരിശുദ്ധ അമ്മയ്ക്ക് പലതിനെയും തടഞ്ഞു നിർക്കാനും പലതിനെയും മൂവ് ചെയ്യിക്കുവാനും സമയച്ചുരുക്കത്തിലെല്ലാം നമുക്ക് പ്രാപിച്ചു തരുവാനും സാധിക്കുമെന്ന് ഈ അലീനയുടെ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും, നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും എല്ലാ സങ്കടങ്ങളെയും നാം എത്ര തന്നെ പഴയതായി എത്ര വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന എത്ര സങ്കടങ്ങളുള്ള കാര്യങ്ങളായാലും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മ ഇന്ന് തന്നെ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലീനയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.